നമസ്കാരം. വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ടിൻഡു കുട്ടപ്പൻ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പെട്രോൾ ഡീസൽ എക്സൈസ് നികുതി വെട്ടിക്കുറച്ച് കേന്ദ്രം. വില വർധന തടയാൻ തന്ത്രപരമായ നീക്കം. ന്യൂഡൽഹി. രാജ്യാന്തര ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയരുന്ന സാഹചര്യത്തിൽ പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും അധിക എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ ഗണ്യമായി കുറച്ചു. പെട്രോളിന് ഏർപ്പെടുത്തിയിരുന്ന 13 രൂപയുടെ എക്സൈസ് തീരുവ 3 രൂപയായി കുറച്ചപ്പോൾ ഡീസലിന് ഉണ്ടായിരുന്ന 10 രൂപയുടെ അധിക തീരുവ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ വില വർധനവിന്റെ ഭാരം സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ട് ബാധിക്കാതിരിക്കാനും ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ നേരിടുന്ന നഷ്ടം കുറയ്ക്കാനുമാണ് കേന്ദ്രത്തിന്റെ ഈ തീരുമാനം. അതേസമയം ഈ നികുതി കുറവ് ഉണ്ടായിട്ടും പെട്രോളിയത്തിന്റെയും ഡീസലിന്റെയും റീറ്റെയിൽ വിലയിൽ വലിയ മാറ്റമുണ്ടാകില്ലെന്നാണ് സൂചന. 12 ജില്ലകളിലും യെല്ലോ അലർട്ട്. 2-3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ഉയരുന്ന അളവിലുള്ള UV വികിരണവും ആശങ്ക. തിരുവനന്തപുരം. സംസ്ഥാനത്ത് ചൂട് ഇനിയും കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പ്. വിവിധ ജില്ലകളിൽ താപനില ഉയരുന്നതിനോടൊപ്പം ഉയർന്ന അളവിലുള്ള അൾട്രാ വയലറ്റ് വികിരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ ഈ ദിവസങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും തെക്കൻ ജില്ലകളിൽ ചൂടേറിയ വരണ്ട കാലാവസ്ഥ തുടരും. ഇന്ന് താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. കോഴിക്കോട് പാവങ്ങാട് KSEB ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. കോഴിക്കോട് പാവങ്ങാട് KSEB ഓഫീസിന് മുന്നിൽ നാട്ടുകാരുടെ പ്രതിഷേധം. ഏലത്തൂർ മേഖലയിലെ വൈദ്യുതി മുടക്കമാണ് പ്രതിഷേധത്തിന് കാരണം. രാത്രി 12ഓടെ പാവങ്ങാട് KSEB ഓഫീസിന് മുന്നിലെത്തിയ നാട്ടുകാർ വൈദ്യുതി ഇല്ലാത്തതിലും ഫോൺ വിളികൾക്ക് ജീവനക്കാർ പ്രതികരിക്കാത്തതിലും ശക്തമായി പ്രതിഷേധിച്ചു. പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ലെന്ന പരാതിയും ഉയർന്നു. കടുത്ത ചൂടിൽ വീട്ടിൽ തുടരാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കുട്ടികളെയും കൂട്ടി നാട്ടുകാർ ഓഫീസിലെത്തിയത്. പ്രശ്നത്തിന് പരിഹാരം കാണാതെ മടങ്ങുന്നില്ലെന്ന നിലപാടും അവർ വ്യക്തമാക്കി. അതേസമയം ഏറെ നേരത്തിന് ശേഷം വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചതോടെ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി. ലോക്ക്ഡൌൺ വാർത്തകൾ വ്യാജം. ആശങ്ക വേണ്ടെന്ന് കേന്ദ്രം. ന്യൂഡൽഹി. ജനങ്ങളെ പരിഭ്രാന്തിയിലേക്ക് തള്ളിവിട്ട രാജ്യത്ത് വീണ്ടും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തണമെന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് അഭ്യൂഹങ്ങളെ സോഷ്യൽ മീഡിയ ശക്തമായ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം കിംവദന്തികൾ മാത്രമാണെന്നും തെറ്റായ വാർത്തകളിൽ ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും കേന്ദ്രം സ്ഥിരീകരിച്ചു. സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അടച്ചിട്ടില്ല. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ വാർത്താ സമ്മേളനം തടഞ്ഞ് GCDA. കൊച്ചി. ഇന്ത്യ ഹോങ്കോങ് ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായി കൊച്ചി കലൂർ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ടീം നടത്താനിരുന്ന വാർത്താ സമ്മേളനം ഉപേക്ഷിച്ചു. വാർത്താ സമ്മേളനത്തിനായി എത്തിയ ഇന്ത്യൻ സംഘത്തെ സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിക്കുന്നതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടയുകയായിരുന്നു. ഇന്ത്യ ഹോങ്കോങ് AFC ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായി നടത്താനിരുന്ന വാർത്താ സമ്മേളനമാണ് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റുകൾക്കായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക.